എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക. വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നെ വിളിച്ചു പറയുക. വാട്സപ്പിലൂടെ എഴുതി അറിയിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നോക്കി ജാതകവശാൽ നോക്കി കവടി വെച്ച് നോക്കി അതിനുള്ള പരിഹാരങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് പകരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ അടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമ്മുടെ ജാതകത്തിൽ ശുക്രന് ബലം കുറവാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായി വളരെയധികം തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് സാമ്പത്തിക ലാഭമില്ലാതെ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും. അതായത് ഒന്നാമത്തെ കാര്യം, കടം മേടിച്ച പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജാതകത്തിൽ ശുക്രന് ബലമില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള വഴിപാടുകൾ ചെയ്താലാണ് നമ്മുടെ ഗ്രഹനിലയിലുള്ള ശുക്രന് ബലം വെച്ചാൽ, അതായത് ശുക്രന് ബലം വെച്ചാലാണ് നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്, സാമ്പത്തികം ഉണ്ടാകുന്നത്, തൊഴിൽ തടസ്സം മാറും, ജോലിപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, തടസ്സങ്ങളൊക്കെ മാറാൻ ശുക്രന് പ്രീതിപ്പെടുത്തേണ്ട വഴിപാടുകളും പരിഹാരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമ്മുടെ ഗ്രഹനിലയിൽ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കാം, ഇല്ലെങ്കിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കാം. അപ്പോൾ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രഹനിലയിൽ രണ്ടാം ഭാവം സാമ്പത്തികത്തിൻ്റെ ഒരു ഭാവമാണ് അല്ലേ. അവിടെ ശുക്രനോട് കൂടി പാപഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ, ശുക്രന് ബലമില്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ചില ഭക്തജനങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തിരുമേനി എനിക്ക് 30,000 രൂപ മാസം സാലറി ഉണ്ട്, പക്ഷെ ആ സാലറി കിട്ടുന്ന സമയത്ത് പൈസ എവിടെ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പല വിധത്തിലുള്ള കടങ്ങൾ കൂടി വരുന്നു. അടുത്ത മാസം കടം വീട്ടാന്ന് വെക്കുമ്പോഴത്തേക്ക് ഈ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ല. അതായത് സാമ്പത്തിക നഷ്ടം വരുന്നത്. ഒരു ഉദാഹരണത്തിന് 30,000 രൂപ കിട്ടുന്ന വ്യക്തിക്ക് വീട്ടിലെ ചിലവുണ്ടാകും. അതായത് പാല്, പത്രം, കേബിളിന് കൊടുക്കണം, ഫോൺ റീചാർജ് ചെയ്യണം, അതേപോലെ തന്നെ മക്കളുടെ ട്യൂഷൻ ഫീസ്, സ്കൂൾ ഫീസ്. അപ്പോൾ ഇങ്ങനെ പൈസ തികയാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനോടും ഇല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്ക് കടം മേടിക്കും, നമ്മൾ അടുത്ത സാലറി കിട്ടുന്ന കൊടുക്കാന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരുന്നു, ഹോസ്പിറ്റലൈസുകൾ വരുന്നു, നമുക്ക് ചെറിയ ചിട്ടികൾ ഇല്ലെങ്കിൽ ലോൺ പൈസകൾ ഇതൊക്കെ പെൻഡിങ് വരുന്നു. അപ്പോൾ പെൻഡിങ് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും അടുത്തുള്ള ആൾക്കാരുടെ നിന്ന് കടം മേടിക്കും. അപ്പം ഈ കടം കൂടുന്നതല്ലാതെ ഈ സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് വീണ്ടും നഷ്ടങ്ങളുണ്ടാകുന്നു. അപ്പം ഈ കടം മേടിച്ച ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പിണങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ എന്താണ് പറയുക, നമുക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ജോലിയിൽ എന്താ പറയുക തടസ്സങ്ങളുണ്ടാകുന്നു, ശത്രുപരമായ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് ഈ സാമ്പത്തിക ലാഭം ജീവിതത്തിൽ മിക്ക ആൾക്കാരുടെ കയ്യിലും ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗൾഫിൽ പോയിട്ട് വിദേശത്തൊക്കെ പോയിട്ട് വന്ന ഭൂരിഭാഗം ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ കടബാധിതകളോട് കൊണ്ട് തന്നെയാണ് ഇവിടെ തിരിച്ചു വരുന്നത്. അതായത് സാമ്പത്തിക ലാഭം അവർക്കില്ല. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 50 വയസ്സായിട്ടും സ്വന്തമായിട്ട് വീടില്ലാത്ത ഭക്തജനങ്ങളുണ്ട്, ഇല്ലെങ്കിൽ 60 വയസ്സായിട്ടും സാമ്പത്തിക ബാധകൾ തീരാത്ത എന്താ പറയുക ഭക്തജനങ്ങളുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ ഒരു പ്രശ്നം എന്നതിൽ സാമ്പത്തിക ലാഭമില്ല, സാമ്പത്തിക നഷ്ടം തന്നെ. ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകുന്നില്ല, നമ്മൾ നിന്നുകൊണ്ടിരുന്ന ജോലിയിൽ സാലറി കൂടുന്നില്ല, പുതിയ പ്രശ്നങ്ങൾ നമ്മളെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ജാതകത്തിൽ ഈ നമുക്ക് ശുക്രനെ ബലപ്പെടുത്തി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഭക്തജനങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അത് ഓരോരോ കാര്യങ്ങൾ ഞാൻ ഭക്തജനങ്ങൾക്ക് വിശദീകരിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി. അപ്പോൾ നമുക്ക് ശുക്രനെ ഏതൊക്കെ രീതിയിൽ പൂജാതി കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ബലം വെക്കുന്നത്. നമ്മുടെ ജാതകത്തിൽ ശുക്രന് ബലമുണ്ടെങ്കിൽ നമുക്ക് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറും, കടബാധകൾ ഉണ്ടാകത്തില്ല, സാമ്പത്തിക നഷ്ടം വരത്തില്ല, ഐശ്വര്യം ഉണ്ടാകും. നമ്മൾ ഏത് കാര്യത്തിന് പോയാലും തടസ്സം കൂടാതെ നമ്മൾ എന്താ പറയുക നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാം. നമ്മൾ ഉദാഹരണത്തിന് ബാങ്കിലും ഇല്ലെങ്കിൽ കടമൊക്കെ ചോദിച്ച പൈസയൊക്കെ നമുക്ക് തിരികെ കിട്ടും. കടം മേടിച്ച പൈസ വീട്ടാനുള്ള സാമ്പത്തിക ലാഭവും നമുക്ക് വന്നു ചേരും. അപ്പോൾ ശുക്രനെ ബലപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 2025 2026 അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് കടബാധ്യതയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾ ജോലിയിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കമ്പനിയിൽ നിങ്ങളുടെ വർക്ക് കണ്ട് ഉയർന്ന രീതിയിലുള്ള ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തുകളും നമ്മളെ തേടി വരുന്നതാണ്. നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടി ശുക്രനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏത് വിധത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്, അതനുസരിച്ച് വേണം നമുക്ക് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പൊതുവേ നമുക്ക് ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോയി, ജോലിയുള്ള ഭക്തജനങ്ങൾ വെള്ളിയാഴ്ച പോകണമെന്നില്ല, ജോലി കളഞ്ഞ് എന്തായാലും പോയി വഴിപാട് ചെയ്യേണ്ട. ആ
ദിവസം ഭക്തജനങ്ങൾ ഞായറാഴ്ച പോയാൽ മതി. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ശുക്രന് പ്രത്യേക രീതിയിലുള്ള അർച്ചന നടത്തുക. ശുക്രന് മുല്ലപ്പൂ കൊണ്ട് അർച്ചന തന്നെ നടത്തണം. തിരുമേനിയോട് പറഞ്ഞാൽ മതി അർച്ചന മുല്ലപ്പൂ കൊണ്ട് നടത്തി തരാൻ. ഭഗവാന് ചാർത്താൻ വേണ്ടി മുല്ലമാലയും അന്ന് സമർപ്പിക്കാം. ഒപ്പം തന്നെ വ്യാഴാഴ്ച തലേ ദിവസം ശുക്ര ഭഗവാന് ചെയ്യേണ്ട കാര്യങ്ങൾ കരിക്ക് കൊണ്ട് അഭിഷേകം. അപ്പം നെഗറ്റീവായിട്ട് നിൽക്കുന്ന ശുക്രൻ കരിക്ക് അഭിഷേകം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് വരും. അപ്പം നമ്മുടെ തടസ്സങ്ങളുള്ള കാര്യങ്ങൾ മാറുകയും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഭക്തജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യാഴാഴ്ച ദിവസം പോയി ക്ഷേത്രത്തിൽ പോയി പറയുക ശുക്രന് കരിക്കിൻ്റെ അഭിഷേകമുണ്ട്. ഒപ്പം തന്നെ മുല്ലപ്പൂ മാല തലേ ദിവസം സമർപ്പിക്കുക. ഈ തലേ ദിവസം സമർപ്പിക്കുന്ന ഉദ്ദേശം അന്ന് വെള്ളിയാഴ്ച ഭഗവാന് മാല ഇടാൻ വേണ്ടിയാണ്. അന്ന് കൊടുക്കുന്നവർ അന്ന് ചെയ്താലും മതി. ഒപ്പം തന്നെ ശുക്രന് പ്രത്യേക രീതിയിലുള്ള അർച്ചന, അതായത് കുറച്ച് മുല്ലമൊട്ട് മേടിച്ചുകൊണ്ട് നമ്മുടെ മുല്ലപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുക. ഒപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ, അതായത് ദുർഗാ സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ പക്ക പെരുന്നാൾ തോറും ഒരു ഭഗവതി സേവ നടത്തുക. അപ്പം ഈ ശുക്രനെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ മുല്ലപ്പൂമാലയും കരിക്കിൻ്റെ അഭിഷേകം ചെയ്തുകൊണ്ട് അർച്ചന മുല്ലപ്പൂ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടും ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം നമ്മുടെ ജാതകത്തിൽ എന്താണ് ബലത്തോടു കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതൊരു 3 വെള്ളിയാഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികത്തിൻ്റെ എന്താ പറയുക നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, കടബാധകൾ ഉണ്ടാകത്തില്ല, ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകും, സാമ്പത്തിക ലാഭങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വഴിപാടുകൾ ഭക്തജനങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഗുണം 3 ദിവസത്തിൽ തന്നെ നമുക്ക് 3 ആഴ്ചയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വേറെ 1-2 കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. വേറെ ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, അതായത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 പ്രദക്ഷിണം, അതായത് വലത്ത് വെക്കുക. അപ്പോൾ ഈ 9 പ്രദക്ഷിണം വെക്കുമ്പോഴത്തേക്ക് എല്ലാ ഗ്രഹങ്ങളും ബലത്തോടു കൊടുക്കും. പ്രത്യേകിച്ച് ശുക്രന് ബലം കിട്ടുകയും ചെയ്യും. ഞാൻ വീണ്ടും ഭക്തജനങ്ങളോട് എടുത്തു പറയുകയാണ്, ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ജോലി കളഞ്ഞ് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട, ഞായറാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്താൽ മതി. അപ്പോൾ കരിക്കഭിഷേകം എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിളിച്ച് പറയുക. നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിലാണ് ഞാൻ ഈ പറഞ്ഞ വഴിപാട്. നവഗ്രഹങ്ങളൊക്കെ ദൂരെയാണ്, ഒട്ടും ക്ഷേത്രം ഈ കണ്ണൂർ എനിക്ക് തോന്നുന്നു കൂടുതൽ ഭക്തജനങ്ങൾ വിളിക്കുന്ന കണ്ണൂർ, കോഴിക്കോട് എന്നൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നവഗ്രഹ ക്ഷേത്രങ്ങൾ കുറവാന്ന് തോന്നുന്നു. അപ്പം അടുത്തുള്ളവർ അവിടെ ചെയ്യുക. ഇല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നപൂർണേശ്വരിയോ ദുർഗാ സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ ദേവി വെള്ളിയാഴ്ച ദിവസം കരിക്കൊണ്ട് അഭിഷേകം ചെയ്യുക. ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുക. ഒപ്പം തന്നെ ശുക്രന് ഇഷ്ടപ്പെട്ട ധാന്യങ്ങൾ, അതായത് ശുക്രൻ ഇഷ്ടപ്പെട്ട, ശരിക്കും പറയുവാണെങ്കിൽ 9 ഗ്രഹങ്ങൾക്ക് നേദ്യം നമ്മൾ തിരുമേനിയോട് പറഞ്ഞ് സമർപ്പിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളാകാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പായസങ്ങളാകാം, പാൽപ്പായസമാകാം. അത് തിരുമേനിയായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം മുല്ലപ്പൂ കൊണ്ടുള്ള അർച്ചന 21 ആഴ്ച ശുക്രനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭക്തജനങ്ങൾക്ക് സാമ്പത്തികപരമായ തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറ്റുന്നതാണ്. ജാതകത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നമുക്ക് അനുഭവിക്കത്തില്ല. അപ്പം നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ആ ഗ്രഹനിലയിൽ ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു ഗ്രഹത്തിന് വേണ്ടിയുള്ള പൂജാതി കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തു തരാം. അപ്പം ജ്യോതിഷം നോക്കുന്നവർ ഇഷ്ടമുള്ളൊരു ദക്ഷിണാകാര്യങ്ങൾ അയച്ചു തന്നാൽ മതി. അത് ബാക്കി ഭക്തരുടെ യുക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അവിടെ ശുക്രൻ എത്രയാണ് നിൽക്കുന്നത്, അതനുസരിച്ചുള്ള പരിഹാര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ട ഭക്തജനങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നോക്കി ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്തുവാണെങ്കിൽ 2025 കടബാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാം. തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറും. എല്ലാ വിധത്തിലുള്ള ജാതകത്തിലെ സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി സ്വർണം, വസ്ത്രം, ആഭരണം ഇതൊക്കെ ശുക്രൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്തിയാൽ ജാതകത്തിൽ ഉയർന്ന കുബേരനെ പോലെ നമുക്ക് വാഴാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ട, ഭക്തിപൂർവ്വം ചെയ്യേണ്ട വഴിപാടുകളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മലയാള മാസം 1-ാം തീയതി ശുക്രഗ്രഹത്തിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ള ഹോമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്തങ്ങളുടെ പേര് വെച്ച് നടത്തി തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ട ഭക്തജനങ്ങൾ ഈ നമ്പറിൽ കാണുന്നൊന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള ഭക്തജനങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.